പറഞ്ഞ മലയിൽ ഹബീബായ തങ്ങളെ സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ചിലപ്പം തിരക്കുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ലേശം ക്യൂ നിന്നാൽ നമുക്ക് വേഗം ആ മലൻ്റെ ഉള്ളിൽ കയറാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉഹുദ് മല, ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്തേക്ക്. അപ്പോൾ മദീന നബി തങ്ങൾ മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ യുദ്ധം നടക്കുന്നത്, ബദർ യുദ്ധം. ബദർ യുദ്ധത്തിലാണ് ഉണ്ടായിരുന്ന നബിതങ്ങൾ എല്ലാ ശത്രുക്കളെ നേതാക്കന്മാരും എന്ത് ചെയ്തത്, അവിടെയൊക്കെ ബദറിൽ വെച്ച് കഥ കഴിച്ചിട്ടുണ്ട്. നബിതങ്ങളും സഹാബത്തും അബൂജാഹിലടക്കമുള്ള 70ഓളം ആളുകളെ നബിതങ്ങളും സഹാബത്തും ബദറിൽ വെച്ചിട്ട് കഥ കഴിച്ചിട്ടുണ്ട്. അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി പിറ്റേത്തെ വർഷം ഹിജ്റ 3 മക്കത്തുനിന്ന് വലിയ സൈന്യം ഒരുങ്ങി മദീനത്തേക്ക് വരികയാണ്. ഈ മദീനത്ത് ഇങ്ങനെ 3000ഓളം സൈന്യം വന്ന് ഇവിടെ മദീനത്ത് തങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി, മദീനത്തു നിന്നൊരു പ്രശ്നം വേണ്ട, മദീനത്ത് നിന്ന് കുറച്ച് വിട്ട് മദീനൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത്, നബി തങ്ങൾ മദീനത്തു നിന്ന് പോന്ന് ഉഹുദ് മലയുടെ താഴ്വാരം തിരഞ്ഞെടുത്ത്. ഉഹുദ് മല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ലേശം ദൂരത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ആ താഴ്വാരം തിരഞ്ഞെടുത്ത് അവിടെ ആളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലം. ചില ആളുകൾ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മദീനത്തു നിന്ന് തീരെ യുദ്ധം വേണ്ട, അങ്ങോട്ട് പോയി ശത്രുപാളയത്തിലേക്ക് പോയിട്ട് അങ്ങോട്ട് പോയി ആക്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് വേണ്ട, നമുക്ക് ഇവിടുന്ന്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച എന്ത് ചെയ്തു, ജുമഅക്ക് ശേഷം എല്ലാവരും യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി മദീനത്തിൽ നിന്ന് അങ്ങോട്ട് പോന്ന് വഴിയിൽ ഒരു സ്ഥലത്ത് വന്ന് തങ്ങി. അപ്പോൾ നബി തങ്ങളോടുകൂടെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആളുകളൊക്കെ ആ സ്ഥലത്തേക്ക് എത്തി. ഷെയ്ഖൈനി എന്ന് അങ്ങോട്ട് പറയാം. ഷെയ്ഖൈനിയിലേക്ക് എത്തി. ഷെയ്ഖൈനിയിലെത്തിയപ്പോൾ ഷെയ്ഖൈനിയിൽ പിന്നെ അവിടുന്ന് അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഈ 4 വക്തും നബി തങ്ങൾ അവിടുന്ന് നിസ്കരിച്ച് പിറ്റേന്ന് സുബ്ഹിക്ക് ശേഷം ശനിയാഴ്ച രാവിലെ നബിതങ്ങൾ ഇവിടുന്ന് പടത്തൊപ്പിയും പടയങ്കിയും ധരിച്ച് വാൾ ഊരി പിടിച്ചുകൊണ്ടൊരു യോദ്ധാവിനെ പോലാണ് ഉഹുദിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ നബിതങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു പോയ സ്ഥലമാണ് ഇവിടെ, ഷെയ്ഖൈനി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നേരെ മുന്നിലേക്ക് നോക്കിയാലേ അവിടെ 2 കുബ്ബുള്ള ചെറിയ കരിങ്കല്ലിൻ്റെ ഒരു പള്ളി കാണാം. നമുക്ക് ഇനി അതിൻ്റെ അടുത്ത് നമ്മൾ നിർത്താം. ഷെയ്ഖൈനിയിലേക്ക് നബിതങ്ങൾ എത്തി. ഷെയ്ഖൈനിയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്നാണ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. ഇതാ ഇടതു ഭാഗത്തേക്ക് കണ്ടില്ലേ, ഇടതു ഭാഗത്ത് ചെറിയ കരിങ്കല്ലിൻ്റെ പഴയ പള്ളി കണ്ടില്ലേ. ഇവിടുന്നാണ് നബിതങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുന്നത്. യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന സ്ഥലമാണ്. നബിതങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി പടയങ്കി ധരിച്ച സ്ഥലമായതുകൊണ്ട് ഈ സ്ഥലത്തിന് ഷെയ്ഖൈനി എന്നുള്ള ദർ എന്നും പേരുണ്ട്. ഈ പള്ളിക്ക് മസ്ജിദ് ദർ എന്നും മസ്ജിദ് ഷെയ്ഖൈനി എന്നും. ഈ യുദ്ധത്തിലാണ് നബിതങ്ങൾക്ക് ധാരാളം പരിക്ക് പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടി ഷഹീദായി. നബിതങ്ങൾ 70ഓളം ആളുകൾ ഷഹീദായി. അവരൊക്കെ മറവ് ചെയ്തതിന് ശേഷം നബിതങ്ങൾ യുദ്ധത്തിന് പോകുന്നതും ഇതുവഴിയാണ്, കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇതുവഴിയാണ്. ഇതുവഴി തിരിച്ചു വരുന്ന സമയത്ത് നബിതങ്ങൾക്ക് വല്ലാത്ത ക്ഷീണവും കുഴക്കമുണ്ടായി വഴിയിൽ വെച്ച്. അങ്ങനെ നബിതങ്ങൾ നമ്മൾ നേരെ മുന്നിലൊരു പള്ളി കണ്ടില്ലേ, ഇതാ ഈ ഇടതു ഭാഗത്ത് ഈ പള്ളിയുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ ഇറങ്ങി. അപ്പോൾ ഈ പള്ളിക്ക് മസ്ജിദുൽ മുസ്തറാഹ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മുസ്തറാഹ്. അതേപോലെ മസ്ജിദ് ബനി ഹാരിസ എന്നും ഇതിന് പേരുണ്ട്. ബനി ഹാരിസ എന്നും മുസ്തറാഹ് എന്നും പേരുള്ള പള്ളിയാണ് ഇപ്പം കണ്ടത്. ഇങ്ങനത്തെ പള്ളികളൊന്നും നബിതങ്ങളുടെ കാലത്ത് ഇതൊന്നും പള്ളികളല്ല. നബിതങ്ങളുടെ കാലത്ത് ഇതൊന്നും പള്ളിയല്ല. നബിതങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങളും നബിതങ്ങളുമായിട്ട് ചരിത്ര ബന്ധങ്ങളുണ്ടായ സ്ഥലങ്ങളിലൊക്കെ പിൽക്കാലത്താണ് പള്ളികൾ വരുന്നത്. സഹാബത്തിൻ്റെ കാലത്ത് നബിതങ്ങൾ വഫാത്തിന് ശേഷം സഹാബത്ത് നബിതങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നിസ്കരിക്കും. നബിതങ്ങളുമായിട്ട് എന്തൊക്കെ ചരിത്രങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ പോയിട്ട് അതേപോലെ ചെയ്യും. അങ്ങനെ ചെയ്തവരിൽ പ്രമുഖനായ ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി. അവർ ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാ. നബിതങ്ങൾ നടന്നിടത്തിലൂടെയൊക്കെ നബിതങ്ങൾ നടന്നതുപോലെ നടക്കും. നബിതങ്ങൾ എഴുന്നേരത്ത് പോയി നബിതങ്ങൾ ഇരുന്നതുപോലെ ഇരിക്കും. നബിതങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പോയി ചെയ്യും. ഇവരൊരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കുനിഞ്ഞ് എഴുന്നേറ്റ്. അപ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവിടെ കുനിഞ്ഞ് എഴുന്നേറ്റ്? അപ്പം നബിതങ്ങൾ ഇതിലേ പോകുമ്പോൾ നബിതങ്ങൾ അങ്ങനെ കുനിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നബിതങ്ങളുടെ കാലത്ത് അവിടെ കുനിഞ്ഞ് എഴുന്നേൽക്കാനുള്ള കാരണം അവിടെ ഒരു മരം വീണ് കിടന്നിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരം ഒന്ന് നൂണ്ട് എണീച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തില്ല, മരമില്ല ഇവർ പോകുന്ന സമയത്ത്. പക്ഷേ ഇവർക്ക് അതൊന്നും അറിയണ്ട. നബിതങ്ങൾ എന്താണോ ചെയ്തത് അത് അവിടെ ചെയ്യാനായി. എന്തിന് നബിതങ്ങൾ ചെയ്തു എന്നുള്ള ചോദ്യം തന്നെ സഹാബത്തിൻ്റെ ഇടയിൽ ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ നബിതങ്ങൾ ചെയ്തതുപോലെ ചെയ്ത് നടന്ന ആളുകളായിരുന്നു
സഹാബാക്കളിൽ പ്രമുഖരായ പല സഹാബത്തും. അതുകൊണ്ട് ഇവർക്ക് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേര് മുത്തബിയുസ് സുന്ന എന്നാണ്. ഈ സ്ഥലങ്ങളൊക്കെ പള്ളികളാക്കുന്നത് 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മദീനത്ത് 100 പള്ളി ഉണ്ടാക്കി. ഈ 100 പള്ളിയും നബിതങ്ങൾ നിസ്കരിച്ച സ്ഥലങ്ങളിലും നബിതങ്ങളുമായിട്ട് ചരിത്ര ബന്ധങ്ങളുണ്ടായ സ്ഥലങ്ങളിലാണ്. ഇതാ നോക്കി നമ്മൾ നേരെ നോക്കി വലിയ മല കണ്ടില്ലേ? ഉഹുദ്, മദീനത്തെ ഏറ്റവും വലിയ മലയാണ് ഉഹുദ് മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈ മല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഈ മലയെയും സ്നേഹിക്കുന്നു, ഇത് സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ ഒരു കവാടമാണ് എന്ന് പറഞ്ഞു. സ്വർഗത്തിന് 8 വാതിലുകളാണുള്ളത്. ആ 8 വാതിൽ, ഒരു വാതിൽ ഉഹുദ് മല ആയിരിക്കും എന്നാ. അപ്പോൾ ഈ ഉഹുദ് മല നബിതങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, നബിതങ്ങൾ ഉഹുദ് മലയോടും സംസാരിച്ചിട്ടുണ്ട്. നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവർ 4 പേരും ഒരു ദിവസം ഈ മല കയറിയപ്പോൾ മല അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. മല കുലുങ്ങാൻ തുടങ്ങി. മല കുലുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ മല കയറിയപ്പോൾ മല കുലുങ്ങിയത് നല്ലതല്ല. പേടിച്ച് ബേജാറായി. അപ്പോൾ നബിതങ്ങൾ എന്ത് പറഞ്ഞതെന്ന് അറിയാം? മലയോട് മലയെ ചവിട്ടിയിട്ട് പറഞ്ഞു, ഉസ്ബുത്ത് യാ ഉഹുദ് ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ എന്നാണ്. ഉഹുദ് അടങ്ങി നിൽക്കും, നിന്റെ മുകളിൽ പ്രവാചകനും സിദ്ദീഖും 2 ഷഹീദുമാണുള്ളത്. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നബിതങ്ങൾ ബദരീങ്ങളെ കാക്കണമെന്നാണ് നബിതങ്ങൾ വിളിച്ചത്. ഇവർ 4 പേരും ബദരീങ്ങളിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളിൽ ഒന്നാമനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരെ 4 പേരുടെയും പേര് പറഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്തു? അവരെ പ്രതിസന്ധി നീങ്ങി എന്നാണ്. അപ്പം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളെ പഴയ ഉമ്മാരും ഉപ്പാരൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ബദരീങ്ങളെ വിളിക്കും. ആ ബദരീങ്ങളെ വിളിക്കുന്നത് നബിതങ്ങളെ മാതൃകയായിരുന്നു. നബിതങ്ങൾ പ്രായം മുതലേ ഹംസ റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ എളാപ്പയാണെങ്കിലും കളിക്കൂട്ടുകാരനാണ്. നബിതങ്ങൾക്കും ഹംസ റളിയല്ലാഹു അൻഹു ഏകദേശം ഒരേ വയസ്സായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടത്തിലായിരുന്നു നബിതങ്ങൾ. ആ ഹംസ റളിയല്ലാഹു അൻഹു ധീരനായ സഹാബിയാണ്. നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്കെടുത്ത ആളുകളെ കൊണ്ടുവന്നിട്ടാണ് മക്കക്കാർ എന്ത് ചെയ്തത്? വഹ്ശി എന്ന് പറയുന്ന ആളെ കൊണ്ട് വിഷത്തിലൂട്ടിയ ചാട്ടുളി എറിയിപ്പിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. അങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ല മാത്രമല്ല ചെയ്ത്, ഹംസ റളിയല്ലാഹു അൻഹു കയ്യും കാലും വെട്ടി, നെഞ്ഞ് കീറിയെടുത്ത്, കരൾ പറിച്ചെടുത്ത്, തല മാറ്റിയെടുത്ത്, ഇങ്ങനെ വല്ലാതെ ഹംസ റളിയല്ലാഹു അൻഹു ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ നബിതങ്ങൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള കള്ളപ്രചരണം ശത്രുക്കൾ നടത്തിയപ്പം സഹാബത്ത് മുഴുവനും പേടിച്ച് വിറച്ചു പോയി. സഹാബത്തൊക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ സഹാബത്തിൻ്റെ അങ്ങനെ പേടിച്ചരണ്ടുപോയ 70ഓളം സഹാബത്തിനാണ് ഈ യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വെട്ടിക്കൊലപ്പെടുന്നത്. അപ്പോഴും നബിതങ്ങൾ യുദ്ധക്കളത്തിലുണ്ട്, നബിതങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നബിതങ്ങൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി, നബിതങ്ങൾ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ട്, നബിതങ്ങൾക്ക് കല്ലുകൊണ്ട് കുടുങ്ങിയപ്പോൾ നബിതങ്ങൾ മുൻപല്ല് പൊട്ടി ഷഹീദായി. ഇങ്ങനെയൊക്കെ സംഭവിച്ച ഉഹുദ് മലൻ്റെ തായ്വാരത്തേക്ക് അങ്ങനെ വന്ന സമയത്ത് ശത്രുക്കളും വരുന്നുണ്ട്. ശത്രുക്കൾ വന്നാൽ ശത്രുക്കൾ വീണ്ടും നബിതങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്ത് ചെയ്ത്? താഴ്ഭാഗത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം മല ഇങ്ങനെ പിളർന്ന് നിന്നുകൊടുത്ത് ആ പിളർപ്പിൽ നബിതങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കസാര പോലത്തെ കല്ല് രൂപപ്പെട്ട് വന്നു. അപ്പം അതിൻ്റെ ഉള്ളിലായിരുന്നു പിന്നീട് നബിതങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ഹബീബായ തങ്ങളുപ്പാപ്പാക്ക് പരുക്കേറ്റപ്പോൾ തങ്ങളുപ്പാപ്പയെ സ്വഹാബത്ത് കൊണ്ടുപോയി ഇരുത്തിയ പരിമളം വീശുന്ന വളരെയധികം അതിമനോഹരമായ ആത്മാർത്ഥമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരുള്ളത്. ഈ കാണുന്ന സ്ഥലം ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കൈ കൊണ്ട് കുത്തിയ സ്ഥലം, കൈ തട്ടിയ സ്ഥലം, സ്പർശിച്ച സ്ഥലം. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ എല്ലാവരും അവിടുന്ന് മുത്തിക്കൊണ്ട് ബറക്കത്തെടുത്തു. അങ്ങനെ ഹബീബിനെ ഗുഹയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹബീബിൻ്റെ കൈ തട്ടിയ സ്ഥലമാണെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഏതായാലും അങ്ങനെ നമ്മളെല്ലാം പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും അവിടുന്ന് ഓരോരുത്തരായി ബറക്കത്തെടുത്തു. ശേഷം ഗുഹയിലേക്ക് പോയി. ഗുഹയിൽ ചെന്നുകൊണ്ട് എല്ലാവരും ഗുഹയിലകത്ത് ഹബീബായ തങ്ങളിരുന്ന സ്വഹാബത്ത് കൊണ്ടുപോയി ഇരുത്തിയ ആ ഒരു ഇന്നും പരിമളം വീശുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ കഴിയാവുന്ന രീതിയിൽ എല്ലാവരും ഹബീബായ തങ്ങൾ യുദ്ധത്തിൻ്റെ അന്ന് അവർ ളുഹറും അസ്റും കൂടെ നിസ്കരിച്ച ജംആക്കി നിസ്കരിച്ച പള്ളി അത്. അതായത് ഈ ഏരിയയിൽ ആയിരുന്നു എന്നർത്ഥം. ഇവിടെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഈ പള്ളി അന്നുള്ളതല്ല എങ്കിലും ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടായിരുന്നു മുത്തായ തങ്ങളുപ്പാപ്പയും സ്വഹാബത്തും നിസ്കരിച്ചിരുന്നത്.